അമ്പൻ താരനിരനെ എത്തിയിട്ടുണ്ട്. നമ്മളെ ബിനു അടിമാലി ഇപ്പൊ എത്തി, തങ്കച്ചൻ വിതുര എത്തിയിട്ടുണ്ട്, നോബി എല്ലാവരും എത്തിയിട്ടുണ്ട്. അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതാണ് കിടുക്കാച്ചി കോമഡി കാഴ്ചകൾ വരുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലാണ്. അപ്പം എൻ്റെ കൂടെ ഇന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ ചാനലിന്റെ ഒരു ഭാഗ്യം കൂടിയാണ് ഇവരെ ഇന്ന് നമ്മുടെ ചാനലിൽ കിട്ടിയത്. നമുക്ക് ശ്യാവണ്ണന്റെ അടുത്ത് നിന്ന് തന്നെ പറയാം, എന്തോ പറയുന്നു? എന്തു പറയാനാണ്, വളരെ സന്തോഷം. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. അതിലേറെ കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയത് അതിയായ സന്തോഷം. അതെന്ന് വെച്ചാൽ അണ്ണന്റെ ഫാനാണ് ചേട്ടന്റെ. ബിജു, ജിതിൻ ബാബ, അങ്ങനെ ഒത്തിരി താരങ്ങള് നേരത്തെയാണ് ഈ പ്രോഗ്രാമിലൂടെ വരുന്നത്. കാരണം ഇതിനകത്ത് ഇന്ന് പ്രോഗ്രാമിൽ, ഈ കുഞ്ഞു ക്ഷേത്രത്തിലെ പ്രോഗ്രാമിൽ ഇന്ന് നോബി, തങ്കച്ചൻ, ബിനു അടിമാലി, ബിനു ബി കമൽ, സെന്തിൽ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. താരനിര തന്നെയുണ്ട്. പിന്നെ കേട്ടിട്ട് തന്നെ കുളിര് പോലും അടിപൊളിയായിരിക്കും. അതെ, കാരണം ഒരു ദേശത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എത്താൻ സാധിച്ചതും നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതും ഈ ചാനലിന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും 1000 ഉത്സവ ആശംസകൾ. ഈ അമ്പലത്തിൽ ഞാൻ 2ാമത്തെ വർഷമാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നല്ല ഓഡിയൻസ് ആണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. പിന്നെ ഷോ അധികം നന്നായിട്ട് പോകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഏതായാലും ഇതിന്റെ ബാക്കി കാഴ്ചകളും എല്ലാം നമ്മൾ എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യല്ലേ. അതിന്റെ ഒരുക്കവും കാര്യമൊക്കെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. അപ്പോ ഇനി വരുന്നതും തന്നെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം ബമ്പർ ചിരിയിലേക്ക് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഷോയ്ക്കിടയിലും ബിജു സ്ത്രീ കഥാപാത്രമായി നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നല്ല കൈയ്യടക്കാം ബിജുവിന്. ഇത് നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ബിനു ബി കമൽ, നിങ്ങൾക്കൊക്കെ അറിയാം, ഒത്തിരി ഏഷ്യാനെറ്റിലെ ഒത്തിരി പ്രോഗ്രാം. എല്ലാവർക്കും നമസ്കാരം. കുറ്റിങ്ങലമ്മയുടെ ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന കമ്മിറ്റിയുമായ ഭാഗത്ത് ആക്റ്റീവ് 41 ടീമിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തൊട്ട് സാധിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനമാണ്. അതുകൊണ്ട് ഈ എളിയ കലാകാരന്റെ വലിയ ഒരു നമസ്കാരം. അപ്പോൾ ഒരു 2 മണിക്കൂർ എല്ലാവരും നമുക്ക് അടിച്ചു പഠിക്കാം. അങ്ങനെ കയറി ഞാൻ 3ാമത്തെ വർഷമാണ് ആക്റ്റീവ് 41 പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 30 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 വർഷം നൽകിയ സ്വീകരണം ഈ പ്രാവശ്യവും തരണമെന്ന് വലിയ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിവിടെ നന്ദി രേഖപ്പെടുത്തേണ്ടത് എൻ്റെ പ്രിയ സുഹൃത്തായ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ നമ്മളെ സഹായിച്ച ലൗലിയാണ്. എൻ്റെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആക്റ്റീവ് 41 എല്ലാവരും പേരെടുത്ത് പറയുന്നതിനുള്ള സമയമില്ല, മെഗാ ഷോ അവതരിപ്പിച്ച് തീർക്കേണ്ടതാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അടുത്തത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറയേണ്ടത്, നമ്മളിപ്പോ ഏഷ്യാനെറ്റ് ജിയോ ഏറ്റെടുത്ത കാര്യം എല്ലാവരും അറിഞ്ഞാണല്ലോ. അതിലേക്ക് ജിയോ ഏറ്റെടുത്തു. ഇപ്പൊ അതിനകത്തുള്ള കുറെ സ്റ്റാഫുകളേക്ക് മാറ്റിയിട്ട് പുതിയ സ്റ്റാഫുകളെ പെർമനന്റ് ആക്കിയിരിക്കുകയാണ്. അതായത് നേരത്തെ ഉള്ള പുതിയ സ്റ്റാഫുകളെ പെർമനന്റ് ആക്കിയത്. അതിൽ ഒരാളാണ് ബിനു ബി കമൽ. ബിനു ബി കമല് സ്റ്റാർ സിംഗറിന്റെ ഇപ്പൊ സ്റ്റാർ സിംഗർ സീസൺ 10 അല്ലേ, ഡൽഹിയിലെ ഇപ്പൊ പ്രവർത്തിച്ചു വരികയാണ്. ബിനു, എന്നാണ് സ്റ്റാർ സിംഗർ തുടങ്ങുന്നത്? സ്റ്റാർ സിംഗർ 29th കാണാൻ ഷൂട്ട് കഴിഞ്ഞു. കാണാൻ പറ്റും. അപ്പൊ ഈ ഏഷ്യാനെറ്റിലൊക്കെ വർക്കിംഗ് പറയുമല്ലോ, ഒരു ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ ഒരു ടെക്നീഷ്യന്റെ സാലറി എന്ന് പറയുന്നത് 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയ്ക്കാണ് സാലറി വരുന്നത്. ബിനു ഇപ്പൊ ആക്ച്വലി ഒരു 1.5 ലക്ഷം രൂപ അടുപ്പിച്ച് സാലറി ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, സത്യമായിട്ട് ഉണ്ടാവും. ഇല്ല, എന്നാലും 1 ലക്ഷം രൂപ ഉറപ്പായിട്ട് ഉണ്ടാവും. സാധാരണ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പോകുമ്പോ ഇല്ലേ, സാധാരണ നമ്മൾ പ്രോഗ്രാമിൽ പോകുമ്പോൾ ബിനു നേരത്തെ വരും. ബിനു ഭയങ്കര ടെൻഷനാണ്. ഈ പ്രോഗ്രാം എങ്ങനെ കോർഡിനേറ്റ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഡയറക്ടർ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ എല്ലാ പ്രോഗ്രാമിലും നേരത്തെ വരും. ഇന്ന് ബിനു എന്താണ് താമസിച്ചു വന്നത്? അതിന്റെ കാര്യം
അഞ്ചുപുള്ളി ചേർന്ന് പുള്ളി ഷൂട്ടിലൊക്കെയാണ്, സ്റ്റാഫിന്റെ ഷൂട്ടിലൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വരാൻ പോകുന്നത് വലിയൊരു താരമാണ്, നിങ്ങൾ കാത്തിരിക്കുന്ന താരമാണ്. ഇനിയിപ്പോ ഞാൻ പേര് പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി ആരായിരിക്കും വരാൻ പോകുന്നത്? ആരാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഞാനിപ്പോ ഇൻട്രോഡക്ഷൻ മലയാള സിനിമ താരമാണ്, കോമഡി താരമാണ്, സ്റ്റാർ മാജിക് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വാഗതം ചെയ്യാം നിങ്ങളുടെ സ്വന്തം നോബി. കഴിഞ്ഞിട്ട് കിടന്ന് കാണണ്ട, അതിന് ഫോണില്ല. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പരിശുദ്ധ വൈഭവപരമായ ഈ മകനീയ സാന്നിധ്യത്തിൽ എനിക്കും ഭാഗമാകാൻ സാധിച്ചത് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വിശ്വാസിച്ച്, അതുപോലെ തന്നെ എല്ലാ സംഘാടകർക്കും, കേരളത്തിലെ ഒട്ടുമിക്ക ചാനലിലെ എല്ലാ ജില്ലയിലെ ആർട്ടിസ്റ്റുകൾ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അതിഥികളാണ്. സാധാരണ അതിഥികളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് നല്ല സദ്യ കൊടുത്തിട്ടാണ്. പക്ഷെ ആ സദ്യ എന്ന് പറയുന്നത് ചോദിക്കാൻ തരുന്ന നിങ്ങളുടെ നിറഞ്ഞ കയ്യടിയാണ്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നോട് കയ്യടിയിലും ചോദിക്കാതെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ കയ്യടിയാണ്. അപ്പോൾ അത് ധാരാളമായി തരിക. താങ്ക് യു വെരി മച്ച്. കയ്യിൽ കാലിൽ വല്ല കൊണ്ടേ സൂക്ഷിച്ചോണം കേട്ടാ. ഇവര് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പാട്ട് ഹിറ്റായി വലിയ ഫീമേഴ്സ് ആയി. ഇപ്പം കോമഡി വിട്ട് പാട്ടിലേക്ക് കിടന്നേക്കുന്നില്ലേ, അതിന്റെ ചെറിയൊരു ജാടയുണ്ട്. മഞ്ഞ ഷർട്ടിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ജാടയില്ല. പാപ്പച്ച വന്നു ഗൾഫിൽ നിന്നുള്ള തൊപ്പി വെച്ച് പറഞ്ഞിരിക്കുന്നു. ഇവര് അപ്പൊ സംഭവം പറഞ്ഞെങ്കിൽ പാട്ട് പാടിയ ചെറിയൊരു ജാടയുണ്ട്. പറയണമല്ലോ എന്താ എനിക്കൊരു ജാടയില്ല. ജാടയുള്ള നിനക്കാണ്. നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു ഷോ നമ്മൾ കമ്മിറ്റിക്കാർ സംഘാടകർ കഷ്ടപ്പെട്ട ഒരു ഷോ ഇരിക്കുന്ന സമയത്ത് കോപ്പി പാട്ട് പാടും. ഒരു പാട്ട് പാടിയാൽ മറ്റൊരു പാട്ടിന്റെ കണക്ഷനുള്ള പാട്ടുകൂടെ പാടില്ല. അങ്ങനെ മാറുന്നത് നിങ്ങളോ? അങ്ങനെയാണെങ്കിൽ നല്ല പാട്ടുകൂടെ കൊണ്ടുവരും. ഒന്നാമത് എനിക്ക് പാടാറുണ്ട്, അതിനുള്ള കോപ്പി പാടുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല, ആരും പറഞ്ഞു നീ പാടുന്ന പാട്ട് സകല പാട്ടും കോപ്പിയാണ്. ഞാൻ പാടുന്ന കോപ്പിയാണ്. നീ പാടുന്ന പാട്ട് എല്ലാ സ്റ്റേജിലും എന്ത് തരണം? എനിക്ക് വേറൊന്നും വേണ്ട. നീ പാടുന്ന പാട്ട് ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ടിന്റെ കണക്ഷനുള്ള കോപ്പി പാട്ടെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന പ്രേക്ഷകരുടെ എന്റെ മുമ്പ് വേറൊന്നും വേണ്ട, ഒരു സല്യൂട്ട് ചെയ്യും. കോപ്പിയാണെങ്കിൽ സല്യൂട്ട് ചെയ്ത പോലെ എന്റെ കൂടെ നിൽക്കണോ? അപ്പൊ കോപ്പിയാണ് തന്നെ ഓക്കെ. ഒരു കാര്യം ചുമ്മാ ഒരു മത്സരമുണ്ട്. ഓരോ പാട്ട് കോപ്പിയാണ് തെളിയിച്ചു തരും. നല്ല സപ്പോർട്ട് കയ്യിൽ തരും. ഓക്കെ പാടി. വരച്ചാലും കുരിശു വരച്ചാലും ഇത് ചിലപ്പോ സാധനം എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ സെൽഫ് അടിക്കുന്ന കാര്യമില്ല. എന്നെ ഇപ്പോണ്ട് ഇഷ്ടപ്പെടും ആനകളില്ലാതെ
അത് നിന്റെ മുന്നേ തോറ്റിട്ട് സല്യൂട്ട് ചെയ്തല്ല, ദേശീയ ഗാനം കേട്ടാ ഞാൻ സല്യൂട്ട് ചെയ്യും. അതെന്റെ ദൗത്യമാണ്. നമുക്ക് മേലാൽ ഇതുപോലത്തെ കോപ്പി പാട്ടുകൾ കൊണ്ട് പാടണം. മനസ്സിലായി? ഒറിജിനൽ പാട്ടുള്ളതിന്റെ ഇവിടെ ഞാനൊരു പാട്ട് പാടിയ ജനങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അത് നീ അംഗീകരിച്ചിരുന്നു. ആ കൊച്ചാണ് ഇപ്പൊ പിള്ളേരുടെ കയറി നിരക്കാണ്. സൂപ്പർ പാട്ടാണ്. ആ മ്യൂസിക് ദൈവമേ വേണ്ട. വേറെ എന്തൊക്കെ ഭാഷകളുണ്ടായിരുന്നു. എന്നൊന്ന് പിടിച്ചു കയറണേ.